ഹലോ ഫ്രണ്ട്സ്, ബ്രൂണോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മുടെ ഹാംസ്റ്ററിൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം എപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ ലിസ്റ്റ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത്രത്തോളം യൂസേഴ്സ് ഇതിലിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അത്ര പ്രോഫിറ്റ് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം യൂസേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന പ്രോഫിറ്റ് കമ്മിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ 100% നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു $10 ആണെങ്കിലും $15 ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തതിന് നിങ്ങൾക്ക് എന്തായാലും റിവാർഡ് ഇതിൽ കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാക്സിമം എല്ലാവരും കൊണ്ടും ഈ ഒരു എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് 2-3 ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യുക. അത്രത്തോളം പ്രോഫിറ്റ് നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ താഴത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലാസ്റ്റിൻ്റെ. അപ്പോൾ ഈ ഒരു ബ്ലാസ്റ്റ് എയർ ഡ്രോപ്പ് ഇന്നാണ് നമുക്ക് ലോഞ്ച് ആകുന്നത്. അപ്പോൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ആകുന്നത് 3 PM UTC. 3 PM UTC എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് 8:30 ടൈം വരുന്നത്. നമ്മുടെ കൂക്കോയിൻ അതേപോലെ തന്നെ ബൈബിറ്റ് അങ്ങനത്തെ കുറച്ച് നല്ല എക്സ്ചേഞ്ചസിലേക്ക് ഈ ഒരു ബ്ലാസ്റ്റ് ലിസ്റ്റ് ആകുന്നുണ്ട്. നമ്മൾ ഡിസ്ട്രിക്ട് 1 ഒരു എയർ ഡ്രോപ്പ് ചെയ്ത സമയത്ത് കുറേ പേർക്ക് ബ്ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബ്ലാസ്റ്റിൽ നിന്നും ഒരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് 8:30 ടോക്കൺ ലിസ്റ്റ് ആകുന്നുണ്ടെങ്കിലും നമുക്ക് 7 മണിക്ക് തന്നെ ഈ ഒരു ബ്ലാസ്റ്റിൻ്റെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 6 o'clock ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം 7 o'clock ആവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ടെലിഗ്രാം ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനൽ നിങ്ങൾ നേരെ ഫോളോ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡിസ്ട്രിക്ട് 1 ചെയ്ത എല്ലാവരും മാക്സിമം മിസ് ചെയ്യാതെ അത് ക്ലെയിം ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ഓൺ ദ സ്പോട്ടിൽ തന്നെ വിഡ്രോ ചെയ്ത് മാക്സിമം സെല് ചെയ്ത് ഒരു പ്രോഫിറ്റ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും മദ്യം വെപ്പിക്കാം. നമ്മുടെ ഹാംസ്റ്ററിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഹാംസ്റ്ററിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ നേരെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇനി ഹാംസ്റ്ററിനെ പറ്റി എക്സ്ട്രാ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ട് വരില്ല. മോസ്റ്റ്ലി എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. നേരെ ഈ ഒരു എയർ ഡ്രോപ്പ് സെക്ഷനിൽ വരിക. എല്ലാവരും കൊണ്ട് ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ വേറെ എവിടേക്കെങ്കിലും വിഡ്രോ ചെയ്യണം. അപ്പോൾ വിഡ്രോ ചെയ്യാൻ നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ ഫസ്റ്റ് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടോ എന്തൊക്കെ ചെയ്തിട്ടോ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാവില്ല. കാരണം വാലറ്റ് കണക്ട് ചെയ്യാതെ ഇവർക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ടെലിഗ്രാമിൽ തന്നെ ടെലിഗ്രാമിൻ്റെ വാലറ്റ് നമുക്ക് ഇപ്പോൾ അവർ കുറേ കാലങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വാലറ്റ് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. നമുക്കിവിടെ നോക്കാം, നമ്മുടെ വാലറ്റോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സിൻ്റെ വർക്കും പോലും എടുക്കില്ല നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫസ്റ്റ് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കുക. വേറെ എന്ത് ചെയ്യുന്നതിന് മുന്നും അത് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഡെയിലി കുറേ വീഡിയോസ് അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ യൂട്യൂബ് ഒന്ന് അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സംഭവം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ വീഡിയോ പോലും വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 1 lakh ടോക്കൺസ് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡെയിലി ചിപ്പർ, ഇപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ഡെയിലി ചിപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഡെയിലി ചിപ്പർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് കുറേ പേർക്കൊക്കെ അറിയാം. ന്യൂ യൂസേഴ്സ് കയറാൻ പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു യൂസ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി ചിപ്പർ നമുക്കിവിടെ നോക്കാം. ഡെയിലി ചിപ്പറിൻ്റെ FOMO എന്നാണ് സംഭവം. അപ്പോൾ FOMO എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്ററിനും ഓരോ പ്രൊസീജിയറാണുള്ളത്. നമുക്ക് ടാപ്പും ഉണ്ട്, അതേപോലെ തന്നെ ഡോട്ടും ഉണ്ട്. ടാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കണം. അതേപോലെ തന്നെ ഡോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എഫിന് വരുന്നത് ഡോട്ട് ഡോട്ട് ഡാഷ് ഡോട്ട് 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 ഒന്ന് ഹാർഡ് പ്രസ് ചെയ്യുക, ഡാഷ് ഡോട്ട് എന്ന് ചെയ്യുന്ന സമയത്ത് എഫ് വരും. ഓയ്ക്ക് 3 ഡാഷാണ് വരുന്നത്. 3 ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ O വരും. എമ്മിന് 2 ഡാഷാണ് വരുന്നത്. ഓക്കെ, 2 ഡാഷ് ഇട്ടപ്പോൾ M വന്നു. അതേപോലെ തന്നെ പിന്നെയും ഓയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 3 ഡാഷും കൂടി ഇടുക. ഓക്കെ, 3 ഡാഷ് ഇട്ടപ്പോൾ ആ ഒരു ഓയും കൂടെ വന്നു. ടേക്ക് ദ പ്രൈസ്. അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യാതിരുന്നതാണ് എത്ര നേരം. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഇവിടെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ടൈം കാണിക്കും, ഏത് ടൈമിലാണ് റീസെറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടൈം നോക്കി നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി കോംബോ ഉണ്ട്. ഡെയിലി കോംബോ ഇന്നത്തെ കാർഡ് നമ്മൾ പറഞ്ഞുതരാം. ഇന്ന് ജസ്റ്റ് 5:30 ആയതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്പെഷ്യൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ കാർഡിൽ ഒരു പുതിയൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവരുടെ ട്വിറ്റർ പേജ് 10 million ആയതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു കാർഡാണ് വന്നത്. അപ്പോൾ ഈ ഒരു കാർഡാണ് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് കാർഡ് വരുന്നത്. ജസ്റ്റ് S കൊടുക്കുക, ബാക്ക് വരിക, ഗോ ഹെഡ് കൊടുത്താൽ ആ ഒരു കാർഡ് നമുക്കിവിടെ വരും. അപ്പോൾ ഇത്രയുള്ള നിങ്ങൾക്ക് ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി.
അപ്പോൾ ആ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവർ എല്ലാവരുടെ ടെലിഗ്രാം ചാനലും ട്വിറ്റർ ചാനലൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് പെർ അവറിനായിരിക്കും അവർ റിവാർഡ് തരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് അവരുടെ ട്വിറ്റർ ചാനൽ, ടെലിഗ്രാം ചാനൽ എല്ലാത്തിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവറാണ് റിവാർഡായിട്ട് തരാനുള്ള ഫസ്റ്റ് അവരുടെ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഇൻക്രീസ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു 85 മില്യൺ ഉണ്ട്. ഈ ഒരു 85 മില്യൺ വെച്ച് നമുക്കൊരു 30,000 40,000 വരെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾക്ക് ഇവിടെ മൈൻഡിൽ വന്നിട്ട് നമ്മൾ ഓരോ ചെയ്യണ സമയത്ത് നമുക്കിവിടെ നോക്കാം. ഇതൊക്കെ 7,000 ആണ്, കാരണം ന്യൂ ആയിട്ട് വന്ന കാർഡാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ചെയ്യുന്ന കാർഡിനൊക്കെ 2 മില്യൺ, അതേപോലെ തന്നെ 1.98 മില്യൺ, 1.19 മില്യൺ അങ്ങനെ ഇൻക്രീസ് ആയി കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇറക്കിയാൽ മാത്രമേ ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ന്യൂ കാർഡ്സ് വരുന്ന സമയത്ത് അതൊക്കെ മാക്സിമം നല്ല രീതിക്ക് തന്നെ ഹൈപ്പ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് ഇന്നലെ വന്ന എക്കോ ഫ്രണ്ട്ലി അതിനൊക്കെ നല്ല രീതിക്ക് പ്രോഫിറ്റ് പെർ അവർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ 995 ആണ്. ഇപ്പോൾ നമുക്ക് ലീഗലിൽ പോയി കഴിഞ്ഞാൽ പുതിയ 2 കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈസൻസ് വിയറ്റ്നാം ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ചെയ്തപ്പോൾ നമുക്ക് 1 മില്യൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് പെർ അവർ 1 മില്യൺ ആക്കിയിട്ടുണ്ട്. 1 മില്യനൊക്കെ ഭയങ്കര കുറവാണ്. നിങ്ങൾ മാക്സിമം ഒരു 1.5, 1.7, 2 മില്യനൊക്കെ ആക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഗ്രാൻഡ് മാസ്റ്റർ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു 10,000 പ്ലസ് ആയിരിക്കുമ്പോൾ മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും നിങ്ങളിപ്പോൾ ലോഡിലൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മില്യനൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10,000 പ്ലസിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രത്തോളം പ്രോഫിറ്റ് നിങ്ങൾ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടി അവിടുന്ന് അറിയാൻ പറ്റിയത്. ഈ ഒരു 10,000 ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിവാർഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം 20 മില്യൺ പ്ലസ് യൂസേഴ്സ്, അതായത് 2 കോടി മേലെ ആൾക്കാർ ഈ ഒരു ഹാംസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ക്രൈറ്റീരിയ ബേസിസിലായിരിക്കും പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ വേണ്ടി നോക്കാം. കാരണം എന്നാലേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരെ ഡെയിലി കോമ്പോയിലോട്ടേക്ക് വരികയാണ്. നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കാർഡ് പറഞ്ഞു തന്നു. നമ്മുടെ എക്സ് നെറ്റ്വർക്ക് 10 മില്യൺ ആണ്. സെക്കൻഡ് കാർഡ് എന്ന് പറഞ്ഞാൽ USDT to ടോൺ ആണ്. അതിവിടെ ഉണ്ടാവും. ജസ്റ്റ് താഴത്തോട്ടേക്ക് വരിക, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. ഓക്കെ, USDT on ടോൺ. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ തന്നെ നമുക്ക് 3.3 മില്യൺ വേണ്ടി വന്നു. നമുക്ക് കിട്ടുന്നത് 5 മില്യൺ ആണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇതേ കാർഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7.25 മില്യൺ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വരും. ആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മില്യൻ്റെ കാർഡ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 മില്യൺ ലോസ് ആണ്. പക്ഷെ എന്നാലും കാര്യമില്ല, കാരണം നമുക്കിവിടെ പ്രോഫിറ്റ് പെർ അവർ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ തേർഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്യൂരിറ്റി ഓഡീഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് സെക്യൂരിറ്റി ഓഡീഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു തേർഡ് കാർഡ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാർഡ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടില്ല. ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ആയിരിക്കും നമ്മൾ ഇടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ലിങ്കിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. നമ്മൾ ഡെയിലി ചിപ്പർ പറഞ്ഞു തന്നു, അതേപോലെ തന്നെ ഇന്നത്തെ കോംബോ കാർഡ്സും പറഞ്ഞു തന്നു. 5 മില്യൺ ടോക്കൺസ് നമുക്ക് ക്ലെയിമായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്തു, ഡെയിലി ചിപ്പർ കംപ്ലീറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഡെയിലി കോംബോയും കംപ്ലീറ്റ് ചെയ്തു. 1.01 മില്യൺ ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കുറവാണ്. ഇത് ഇനിയും കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക, അവരെയും കൊണ്ടുവരിക. അപ്പം നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ ജൂലൈയിൽ തന്നെ ഈ ഒരു ഹാംസ്റ്റർ ലിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ. അപ്പോൾ ജൂലൈയിൽ ലിസ്റ്റ് ചെയ്താൽ അത്യാവശ്യം മിനിമം ഒരു $10 നിങ്ങൾക്ക് പെർ അക്കൗണ്ട് കിട്ടും. അത് ഫോർ ഷുവറാണ്. പക്ഷേ നിങ്ങൾ ഒരു പ്രൊസീജിയറും മിസ് ചെയ്യാതെ എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആകാൻ ജസ്റ്റ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന വീട്ടിൽ ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഗുഡ് ബൈ.